Rolling. നവീയുടെ കടലാസിന്റെ ഒരു ഷൂട്ട് കേസ്, 1 ലക്ഷം രൂപ, പിന്നെ എന്റെ കവിതാ സമാഹാരം. അധ്യാപിക എന്നത് 4 ചുമരിനകത്ത് കുറച്ച് പുസ്തകങ്ങളും കുട്ടികളുമായി പോവേണ്ടതല്ലേ അല്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. വരും കാലങ്ങളിൽ ജീവിതം ഏറ്റവും സംഘർഷഭരിതമാവുന്ന സമയത്തൊക്കെ നമ്മളെ നമുക്ക് തിരിച്ചുപിടിക്കേണ്ടതായിട്ടുണ്ട്, ശക്തമായിട്ട് തിരിച്ചുപിടിക്കേണ്ടതുണ്ട്. അതുപോലെ ശാന്തന്റെ മുറ്റത്ത് ചായ വെച്ചത് വലിയ പ്രശ്നമായില്ലേ? ഇനി അവളോട് ഇഷ്ടക്കേടൊന്നും കാണിക്കരുത്, വന്ന് കയറിയ പെണ്ണല്ലേ. ശക്തമായിട്ടുള്ള കഥാപാത്രം ആണ് ഏറെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നത്. നിലപാടുകളുള്ള വളരെ ശക്തമായിട്ടുള്ള വളരെ ബോൾഡായിട്ടുള്ള ഒരു കഥാപാത്രം. ഏറെ പ്രതീക്ഷയോടെ കാത്തിക്കുന്ന ഒരു സിനിമയാണ് കല്ലളം. അജയ് പ്രസീദ് സംവിധാനം ചെയ്ത, കവിയും സിനിമാ പ്രവർത്തകനായിട്ടുള്ള അജയ് സംവിധാനം ചെയ്ത കല്ലളം എന്ന് പറഞ്ഞൊരു സിനിമ. അതിന് വലിയ പ്രതീക്ഷയുണ്ട്. കലാസാഹിത്യ നൈപുണ്യത്തിൻ്റെ വിശേഷങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കാവ്യലോകത്തു നിന്ന് വെള്ളിത്തിരയിലെത്തിയ എഴുത്തുകാരിയായ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകയാണ് CP ശുഭ. കവിതയുടെ വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ CP ശുഭ ടീച്ചർ 3 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിനു കോളിച്ചാൽ സംവിധാനം ചെയ്ത സർക്കാസ് എന്ന സിനിമയിലൂടെ സിനിമാ ലോകത്ത് അരങ്ങേറ്റം കുറിച്ച ശുഭ ടീച്ചർ ഇതിനകം 10ഓളം സിനിമകളിലും 4 ഷോർട്ട് ഫിലിമുകളിലും വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഇതുകൂടാതെ മൈജി, കല്ലറക്കൽ, ജ്യോതിലാവ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പരസ്യചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിൽ എന്നതുപോലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും സജീവ സാന്നിധ്യമായ CP ശുഭ ടീച്ചർ കാഞ്ഞങ്ങാട് പീസ് സ്മാരക സമിതി വൈസ് പ്രസിഡന്റ്, വിദ്വാൻ P കേളുനാർ സ്മാരക ട്രസ്റ്റ്, കാഞ്ഞങ്ങാട് തിയേറ്റർ ഗ്രൂപ്പ് എന്നിവയുടെ ഭരണസമിതി അംഗം, കാഞ്ഞങ്ങാട് നന്മമരം ചാരിറ്റബിൾ സൊസൈറ്റി ഉപദേശക സമിതി അംഗം, നമ്മൾ കാഞ്ഞങ്ങാട്, സിൽവർ സ്ക്രീൻ കാഞ്ഞങ്ങാട് ഫിലിം സൊസൈറ്റി എന്നിവയുടെ നിർവാഹക സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ലോക മലയാള ശബ്ദ നാടകോത്സവത്തിൽ രാജമോഹൻ നീലേശ്വരം എഴുതി V ശശി സംവിധാനം ചെയ്ത ഹൃദയത്തിലേക്കൊരു ചക്രം എന്ന നാടകത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട CP ശുഭ ടീച്ചർക്ക് 2024 കേരള സാംസ്കാരിക വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഏർപ്പെടുത്തിയ മികച്ച കലാസാംസ്കാരിക പ്രവർത്തകർക്കുള്ള സമം അവാർഡ്, വേൾഡ് മലയാളി ഷെഫ് ഏർപ്പെടുത്തിയ മദേഴ്സ് അവാർഡ്, നീലേശ്വരത്തെ TMK വിഷ്ണു നമ്പീശൻ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അധ്യാപക അവാർഡ് എന്നിവയും ലഭിച്ചിട്ടുണ്ട്. നമസ്കാരം, ഞാൻ CP ശുഭ, കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. ജനിച്ചത് പയ്യന്നൂരാണ്. പയ്യന്നൂർ അന്നൂര് ഗ്രാമത്തിലുണ്ട്. അച്ഛൻ മാതൃഭൂമി ലേഖകനായിരുന്നു, പത്മനാഭ പൊതുവാൾ. അമ്മ CP രാധ. വീട്ടിലെ അന്തരീക്ഷം എന്ന് വെച്ചാൽ പുസ്തകങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞ ഒരു അന്തരീക്ഷം ആയിരുന്നു. അച്ഛനും അമ്മയും നല്ല വായനക്കാരാണ്. അതുപോലെ തന്നെ ഏട്ടനും സതീഷ് പൊതുവാൾ നല്ല വായനക്കാരനായിരുന്നു. ആ വായനയിൽ നിന്ന് ഉൾക്കൊണ്ട് തന്നെയാണ് അന്നൂര് ശാന്തിഗ്രാമിലെ പ്രധാനപ്പെട്ട വായനാശാലയായിട്ടുള്ള സംഗീൻ സ്മാരക ഗ്രന്ഥാലയത്തിൽ നിന്ന് പുസ്തകങ്ങൾ എടുക്കുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടാണ് വളർന്നത്. വളരെ ചെറിയ ക്ലാസ്സിൽ തൊട്ട് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. വായന തുടങ്ങുന്ന കാലത്ത് തന്നെ ദസ്തോവസ്കിയൊക്കെയാണ് വായിച്ചിട്ട് വന്നത്.
അപ്പോൾ ആ ഒരു വായനയുടെ ചുറ്റുപാടായതുകൊണ്ട് തന്നെ നാടകത്തിൻ്റെയും സംഗീതത്തിൻ്റെ ഒക്കെ ഒരു സാംസ്കാരിക കലാ പാരമ്പര്യമുള്ള ഒരു പ്രദേശം ഒരുപാട് ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. കലാപരമായിട്ടുള്ള ഒരു പാരമ്പര്യം എന്നൊന്നും പറയാൻ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ വളരെ ചെറുപ്പത്തിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നാടകത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രേക്ഷകയായിരുന്നു വളരെ കുഞ്ഞിൽ തൊട്ട്. നമ്മുടെ അന്നൂരിൻ്റെ ആ ഒരു സാംസ്കാരിക മണ്ഡലത്തിൽ നിന്നുകൊണ്ട് നാടകം, സംഗീതം ഇതൊക്കെ അഭ്യസിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സംഗീതം വളരെ കുഞ്ഞിലെ കുറച്ച് പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് വലുതായതിനു ശേഷമാണ് കൈതപ്രം വിശ്വനാഥൻ നമ്പൂതിരിയുടെ കീഴിൽ ശ്രുതിലയ സംഗീത വിദ്യാലയത്തിൽ, കർണാടി ഭാഗവതർ സംഗീത വിദ്യാലയത്തിൽ ബാക്കി ഒരു 30 വയസ്സിന് ശേഷമാണ് ശരിക്കും സംഗീതം അഭ്യസിക്കുന്നത്, വളരെ ശാസ്ത്രീയമായിട്ട്. പക്ഷെ അത് വളരെ നേരത്തെ തന്നെ ഈ സംഗീതത്തോടുള്ള താല്പര്യം കൊണ്ട് കുട്ടിക്കാലത്തെ സ്കൂൾ കലോത്സവങ്ങളിൽ ലളിതഗാനമായിരുന്നു പ്രധാനപ്പെട്ട ഇനം മത്സരിക്കുന്നത്. പലപ്പോഴും സമ്മാനിതമായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീടുള്ളത് ഈ നാടകം അഭിനയം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ദൂരെയായിട്ടുള്ള ഒരു കലാരൂപം തന്നെയായിരുന്നു. കാണാം എന്നല്ലാതെ അഭിനയിക്കുക എന്നുള്ളത് അപ്രാപ്യമായിട്ടുള്ളൊരു സംഭവമായിരുന്നു അന്ന് ആ കാലത്ത്, പ്രത്യേകിച്ച് സ്ത്രീകൾ എന്നുള്ള നിലയിൽ. 1992 ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോയിൻ ചെയ്തത്. UP സ്കൂൾ അധ്യാപികയായിട്ട് ഇപ്പോഴും സർവീസിൽ തുടരുന്നു. 2026 മാർച്ചിലാണ് റിട്ടയർ. 33 വർഷം തീർന്ന് 34ാമത്തെ വർഷത്തിലേക്ക് റിട്ടയർമെന്റിലേക്ക് എത്തുന്നത് വേറെ സന്തോഷം പല മേഖലകളിൽ പ്രവർത്തിക്കാൻ പറ്റി എന്നുള്ളതാണ്. സ്കൂൾ അധ്യാപനത്തോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ വായനയും ഒക്കെ കൊണ്ട് പോകുമ്പോൾ എഴുത്തിന്റെ ചെറിയ സന്തോഷങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആരെയും കാണിച്ചില്ല. വളരെ നേരത്തെ എഴുതുണ്ടായിരുന്നു. നമ്മുടെ സ്കൂളിൽ ആ സമയത്തുണ്ടായിരുന്ന ലൈബ്രറിയനായിട്ട് പ്രവർത്തിച്ച ഇന്നത്തെ കേരള സംഗീത നാടക അക്കാദമിയുടെ അംഗമായിട്ടുള്ള രാജ്മോഹൻ നീലേശ്വരാണ് ആദ്യമായിട്ട് ഒരു കവിത മാഗസിനിലേക്ക് ചോദിക്കുന്നത്. അങ്ങനെ വായിക്കുന്ന ഒരാൾ എന്നുള്ള അർത്ഥത്തിൽ ഒരു കവിത ചോദിക്കും. ഒറ്റച്ചിലങ്കയുടെ തീനാവ് എന്ന കവിത കൊടുക്കുകയും ചെയ്തു. ആ കവിത കണ്ടിട്ട് വായിച്ചിട്ട് പറഞ്ഞ അഭിപ്രായങ്ങളിൽ നിന്നാണ്, പല അഭിപ്രായങ്ങളിൽ നിന്നാണ് കവിത തുടരാമെന്നുള്ള തോന്നലുണ്ടാവുകയും അതിനുശേഷം തുടർച്ചയായിട്ട് കവിത എഴുതി ദേശാഭിമാനിയിൽ, അതുപോലെ തന്നെ മലയാളം വാരിക, കലാകൗമുദി, ഇതിൽ 3 നിരന്തരമായി പ്രസിദ്ധീകരിച്ചുകൊണ്ടുണ്ടായിരുന്നു. അതിനുശേഷം പുസ്തകം ഇറങ്ങി. 1ാമത്തെ കവിതാ സമാഹാരം അത്ര വിശാലമല്ല കിണർ, ഡിസംബർ ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചത്. 2ാമത്തെ പുസ്തകം ഖലൂരിക, അതും ഡിസംബർ ബുക്സ് തന്നെയാണ് പ്രസിദ്ധീകരിച്ചത്. പക്ഷേ വലിയ ഗ്യാപ്പിന് ശേഷം, വലിയൊരു ഇടവേളയ്ക്ക് ശേഷം 3ാമത്തെ കവിതാ സമാഹാരമായിട്ടുള്ള വാക്ക് വീണ് മരണപ്പെട്ടവർ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് അതിന്റെ പ്രസാധകര് പുസ്തകവണ്ടി കാഞ്ഞങ്ങാടാണ്. പ്രിയപ്പെട്ട പുസ്തകങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പുസ്തകവണ്ടിക്കാരുടെ പ്രസാധനത്തിന്റെ ആദ്യ പുസ്തകമാണ് എൻ്റെ പുസ്തകം. അതിനുശേഷം അവർ 6-7 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. കവിതകളിൽ നിന്ന് കവിത എഴുത്ത്, അതുപോലെ സാഹിത്യ ചർച്ചകൾ, വേദികളിൽ നിന്നൊക്കെയാണ് നാടകത്തിലേക്ക് എത്തുന്നത്. 3-4 നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു. ലോക മലയാള ശബ്ദ നാടകോത്സവത്തിന് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട നാടകമാണ് രാജ്മോഹൻ നീലേശ്വരത്തിന്റെ ഹൃദയത്തിലേക്കൊരു ചക്രം എന്ന നാടകം. അതിനുശേഷം ശ്വാസം, അതുപോലെ തന്നെ പൗരത്വം, ഇങ്ങനെ ഒരുപാട് നാടകങ്ങൾ, അതിനുശേഷം 3-4 നാടകങ്ങൾ വന്നു. ഏറ്റവും അവസാനമായി ചെയ്തുകൊണ്ടിരിക്കുന്ന നാടകം ഞാവൽ ചാരുകസേരയോട് എന്നൊരു നാടകമാണ്. പക്ഷെ അവിടുന്ന് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ നാടകത്തിലൊക്കെ ചെയ്ത ആ ഒരു സമയത്താണ് വിനു കൊളിച്ചാലിൻ്റെ സർക്കാസ് എന്നൊരു സിനിമ ഷൂട്ട് നടക്കുന്നുണ്ടെന്നു വിനു എന്നെ അതിലേക്ക് വിളിക്കുകയും ചെയ്തു. വിനു രാജ്യാന്തര സിനിമ പ്രദർശനത്തിൽ വളരെ മുമ്പോട്ട് വന്ന വിനുവിൻ്റെ സിനിമകളുണ്ടായിരുന്നു, ബിലാത്തിക്കുഴൽ. അപ്പോൾ അതിനുശേഷം എടുക്കുന്ന 2ാമത്തെ സിനിമയായിരുന്നു സർക്കാസ്. സർക്കാസിലൊരു വളരെ ചെറിയൊരു വേഷം, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയായിട്ടുള്ളൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വലിയ എഫേർട്ടൊന്നും ഉണ്ടായിട്ടില്ല. വിനു പറഞ്ഞു അതപ്പം തന്നെ ചെയ്തു. സിങ് സൗണ്ട് ആയിരുന്നു, അതുകൊണ്ട് ഡബ്ബിങ് ആവശ്യമുണ്ടായിട്ടില്ല. ആ ഒരു സീൻ മാത്രം എന്നെ തന്നെ കാണാൻ വേണ്ടി ഞാനും എൻ്റെ സുഹൃത്തുക്കളും പലതവണ ആ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, നമ്മുടെ സർക്കിളിലുള്ള കുറേ ആൾക്കാർ അതിനകത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിരന്തരം സിനിമ കണ്ടു. വർഷങ്ങൾ കഴിയുമ്പോൾ, സർക്കാസ് കഴിഞ്ഞിട്ട് 1-2 വർഷങ്ങളാകുമ്പോൾ, കൊറോണ കാലം കഴിയുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിൻ്റെ ഇന്നത്താൻ കേസുകൂട് എന്ന സിനിമ വരുന്നു. അതിലേക്ക് ഓഡിഷന് എല്ലാവരും പോകുമ്പോലെ ഞാനും പോയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് എന്നെ വിളിച്ചത് രാജേഷ് മാധവനാണ്. രാജേഷ് മാധവനെ എന്നെ സജസ്റ്റ് ചെയ്യുന്നത്
നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സുധീഷ് ഗോപിനാഥാണ്. സുധീഷ് ഗോപിനാഥിന് നമ്പർ കൊടുക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശിവകുമാർ കാങ്കോലാണ്. അപ്പോൾ ശിവകുമാർ കാങ്കോൽ വഴി സുധീഷ് അങ്ങനെ രാജേഷ് എന്നെ ക്ഷണിക്കുന്നു. ഞാൻ അതിലേക്ക് പോകുന്നു. ഓഡിഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അതിൽ ഇതേ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല. അവിടുന്ന് ഇറങ്ങി വന്നതിന് ശേഷം അയ്യോ അങ്ങനെ ചെയ്യാമായിരുന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. തന്ന ക്യാരക്ടർ വെച്ചിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു മാസത്തോളം കഴിഞ്ഞ സമയത്താണ് ഒരു കോള് വരുന്നത്. നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഗൂഗിളാണ് വിളിക്കുന്നത്. ഗൂഗിൾ നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വന്നിട്ട് ഇങ്ങനെ ഒരു പ്രീ ഷൂട്ട് എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഷൂട്ട് ചെയ്യുന്നു എന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ അത് പ്രീ ഷൂട്ടാണ് എന്ന് തീർന്നതിന് ശേഷമാണ് മനസ്സിലാവുന്നത്. കാരണം കുഞ്ചാക്കോ ബോബന് പകരമായിട്ട് നിൽക്കുന്നത് രാജേഷ് മാധവനായിരുന്നു പ്രീ ഷൂട്ടിൽ. മൊത്തം സിനിമ പ്രീ ഷൂട്ട് ചെയ്തിട്ട് നല്ല റിഹേഴ്സൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ പറയുന്നത് ഇത് പ്രീ ഷൂട്ടായിരുന്നു, ഒറിജിനൽ ഷൂട്ട് ഇന്ന ഡേറ്റിനാണ് നിങ്ങൾ വരണം. അപ്പോൾ അതിനൊരു ബേസ് ശരിക്കും രതീഷ് ഉണ്ടാക്കി തന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ആ ഒരു ടീമിൽ നിന്നതുകൊണ്ട് തന്നെ ആ ക്രൂവിൻ്റെ ഒരു വലിയ ഇടപെടൽ കൊണ്ട് തന്നെ നമുക്ക് ഒറിജിനൽ ഷൂട്ടിൻ്റെ അടുത്ത് വളരെ എളുപ്പമായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് തുടങ്ങുന്ന സമയത്ത് കുഞ്ചാക്കോ ബോബനെ ആദ്യം കാണുമ്പോൾ നമുക്കൊരു അത്ഭുതം വരുന്നു. ഒരുപാട് സിനിമകളിൽ കണ്ട ഒരു മനുഷ്യൻ്റെ കൂടെ അഭിനയിക്കുന്നു എന്നുള്ളൊരു സന്തോഷം, ഒരു പരിഭ്രമമൊക്കെ തോന്നിയെങ്കിലും സിനിമയിലേക്ക് വരുമ്പോൾ, ഷൂട്ടിലേക്ക് വരുന്ന സമയത്ത് വളരെ സ്വാഭാവികമായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ സുധീഷും രാജേഷും രതീഷിൻ്റെ സമീപനം എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. വളരെ ഫേവറായിട്ടുള്ള, രതീഷ് വളരെ നേരത്തെ അറിയുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ എന്നോട് രതീഷ് പറഞ്ഞത്, നിങ്ങളുടെ വീടുമായിട്ട് നിരന്തരം ബന്ധമുള്ളൊരു മനുഷ്യനാണ്. സുരേന്ദ്രേട്ടനോട്, നിങ്ങളുടെ ഭർത്താവ് സുരേന്ദ്രേട്ടനോട് ഇടപെടുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ബിഹേവ് ചെയ്താൽ മതി, അഭിനയിക്കണ്ടെന്ന് പറഞ്ഞു. അതൊരു എളുപ്പമായി. പിന്നെ എൻ്റെ ഭർത്താവായിട്ട് ആ സിനിമയിൽ അഭിനയിച്ചത് എൻ്റെ അനിയനാണ്, എന്ന് വെച്ചാൽ സുധീറാണ്, പയ്യന്നൂർ. അപ്പം സുധീറും നേരത്തെയുള്ള ഒരു വലിയ സൗഹൃദവും ബന്ധവും എല്ലാം കൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ട് സോണായിരുന്നു സത്യം പറഞ്ഞുള്ളത്. അതിൽ ഒരുപാട് 4 സീൻ 5 സീനിലാണ് ഞാനുള്ളത്. മറ്റതിലൊന്നും വലിയ ടേക്കൊന്നും വേണ്ടി വന്നിട്ടില്ല. ഒരു ഗ്രൂപ്പിൻ്റെ നമ്മൾ പല പ്രശ്നങ്ങളുണ്ടാവും, ഒരാൾ നേരെയാവും, മറ്റൊരാൾ ആവില്ല, ഓക്കെ ആവില്ല, അങ്ങനെയൊക്കെ. പക്ഷെ ഒരുപാട് എന്നെക്കൊണ്ട് തന്നെ ഒരുപാട് ടേക്ക് വന്ന ഒരു രംഗമാണ് സിനിമയിൽ തന്നെ ആദ്യമായിട്ട് ഞാൻ വരുന്ന ഒരു രംഗം. അത് വാതിൽ തുറക്കുന്ന MLA വരുമ്പോൾ, MLAയുടെ ഭാര്യയായിട്ട് ചെയ്തത്. അപ്പോൾ MLA വരുമ്പോൾ വാതിൽ തുറക്കുന്നു. അപ്പം MLAയോട് പറയുന്നു ഭക്ഷണം എടുക്കട്ടെ വയ്ക്കുന്നു. അപ്പം കഴിച്ചു എന്ന് പറയുന്നു. അന്നേരം പിന്നെ ഒരു ഡയലോഗ്, അതാണ് ഒരു 10-25 ടേക്കോളം വന്നത്. നിങ്ങൾ കണ്ട ദേവദൂതരപ്പുറം ഭക്ഷണം കഴിച്ച് നടന്നാൽ വീട് അയക്കിയാലും ബാക്കിയിലുണ്ട് കേട്ടാ, നാളെ ബ്രേക്ക്ഫാസ്റ്റിന് കുളിത്തുടിച്ചോളണം എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ അത് പല ടോണിൽ പറഞ്ഞു നോക്കിയിട്ട് അതൊന്ന് ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ എത്ര തവണ എടുക്കാനും തയ്യാറായിട്ടുള്ള ഒരു ക്രൂ ആയതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടായിട്ടത് ചെയ്തു എന്നുള്ളതാണ്. ഭക്ഷണം എടുത്തോട്ടെ, ഞാനവർക്ക് ചോദിച്ചു. നിങ്ങൾ കണ്ട ദേവദൂതരപ്പുറം ഭക്ഷണം വെച്ച് നടന്ന് വീഡിയോ ആക്കിയതെല്ലാം ബാക്കിയവരാണ് കേട്ടാ. ഇതിൽ ചാക്കോച്ചനുമായിട്ടുള്ള, കുഞ്ചാക്കോ ബോബനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ വന്നത് കോർട്ടിലാണ്, കോടതിയാണ്. ചീമേനി സെറ്റിട്ടുണ്ടായിരുന്നൊരു കോടതിയിൽ. അതും നേരത്തെ ഉള്ള ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട്, ഒരു റിഹേഴ്സലിൻ്റെ ഭാഗമായിട്ട് അതും മോശമില്ലാതെ ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. 2018 ഡിസംബർ 7-ാം തീയതി രാത്രി 11 മണിക്ക് കിങ്ങിണി പൈങ്കിളി കുരക്കുന്ന ഒച്ചേട്ടിന് ഞെട്ടീനി. അപ്പൊ നിങ്ങൾ നോക്കാൻ പറ്റില്ലേ? ഒറ്റക്കായതുകൊണ്ട് പേടിച്ചിട്ട് മുറ്റത്തിങ്ങിട്ട. പിന്നെ വരച്ചില്ലേ? ഒരു ഞാൻ ഇതേപോലെ കിങ്ങിണിയും പൈങ്കിളി നല്ലോണം കുരക്കുന്നുണ്ടായിനി. അന്നേരമാണ് ഞാനും കണ്ണാട്ടിന് ഉറങ്ങിയണിച്ചിനി. അപ്പൊ കുഞ്ഞുകണ്ണാട്ടിനില്ലത് കൊണ്ട് നോക്കാൻ പറ്റില്ല. അന്നേരാണ് കണ്ടത് കള്ളനെ രക്ഷപ്പെടാൻ വിടാണ്ട് കിങ്ങിണിയും പൈങ്കിളിയും കടിച്ചു പിടിച്ചിട്ടുണ്ടായിനി. ഈ 2 കാര്യം കടിച്ചു പിടിച്ചില്ല. കിങ്ങിണിന്റെ കഴുത്ത് കള്ളം പിടിച്ചിട്ടുണ്ടായിനി, പൈങ്കിളി കള്ളനെ പിടിച്ച് കടിച്ചിട്ടും ഉണ്ടായിനി. ആഹാ, അപ്പൊ ഈ കള്ളൻ കണ്ട തിരിച്ചറിയുക ഓനെന്നെ. അതിനുശേഷം ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നു. ഡിജിറ്റൽ വില്ലേജ് ആണ് തൊട്ടടുത്ത് വന്ന സിനിമ. പിന്നെ പൊറാട്ട് നാടകം, ഭാരത സർക്കാർ ഉൽപ്പന്നം, മോണിക്ക സ്റ്റോറി, അങ്ങനെ സിനിമകൾ, അൻപോട് കൺമണി, ഒരു ജാതി ജാതകം, അങ്ങനെ ഒരുപാട് സിനിമകൾ അതിനുശേഷം വന്നു. ഇനി പുതിയൊരു സിനിമയുടെ ഷൂട്ട് 25-ാം തീയതി 26-ാം തീയതി തുടങ്ങുന്നുണ്ട്.
സിനിമ അങ്ങനെ തന്നെ കൊണ്ടുപോകാനും തന്നെയാണ് ആഗ്രഹം. എത്ര റോള് കിട്ടുന്നു അതേപോലെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം. അതിനുശേഷം നമ്മുടെ ഗോപി കുറ്റിക്കോലിന്റെ പച്ചത്തീ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ പറ്റി. അതിൽ വളരെ ശക്തമായിട്ടുള്ളൊരു കഥാപാത്രം. പച്ചത്തീന്ന് കുട്ടികളെ ഫോക്കസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ അതും റിലീസ് ചെയ്തിരുന്നു. ഇനി റിലീസ് ചെയ്യാനുള്ള ഏറെ പ്രതീക്ഷയോടെ കാത്തിക്കുന്ന ഒരു സിനിമയാണ് കല്ലളൻ. അജയ് പ്രസീദ് സംവിധാനം ചെയ്ത, കവിയും സിനിമാ പ്രവർത്തകനായിട്ടുള്ള അജയ് സംവിധാനം ചെയ്ത കല്ലളൻ എന്ന് പറഞ്ഞൊരു സിനിമ. അതിൽ വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഒരു വിഭാഗത്തിന്റെ മാവില തുളു ഭാഷയിലാണ് സിനിമ ഉള്ളത്. ഏറ്റവും അടിച്ചമർത്തപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ ഒരു കഥയാന്ന് പറയുന്നത്. രതീഷാണ് അതിന്റെ കഥയും തിരക്കഥയൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇതിന്റെ വേറൊരു സന്തോഷം എന്ന് വെച്ചാല് അതിൽ എൻ്റെ പേര് തന്നെയാണ്. ഈ 2 സിനിമയിലും എൻ്റെ പേരാ ഉപയോഗിച്ചത്, ശുഭ എന്ന് തന്നെയാണ്. പക്ഷെ ഇതിൽ ശുഭ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ സുഭദ്ര എന്നാണ് യഥാർത്ഥ കഥാപാത്രത്തിന്റെ പേര് വരുന്നത്. കല്ലളന്റെ ഒരു വേറൊരു പ്രത്യേകത, അതിൽ എൻ്റെ നല്ല ഒരു പ്രായവും വയസ്സായ പ്രായവും ഒക്കെ ഒരുപോലെ കാണിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. ഏറെ പ്രതീക്ഷയുണ്ട് കല്ലളനിൽ. വേറൊരു വലിയ സന്തോഷം പ്രിയചന്ദ്രന്റെ 7 നിറമുള്ള സ്വപ്നങ്ങൾ എന്ന സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയെന്നുള്ളതാണ്. പാലക്കാട് നെല്ലിയാമ്പതി കൺമണിന്റെ ഉമ്മുമ്മയാണ് ഖദീജ. അത് കുട്ടികളുടെ സിനിമയാണ്. ഒരുപാട് കുഞ്ഞു കഥകൾ ചേർത്തിട്ടുള്ള ഒരു സിനിമ. അതുപോലെ തന്നെ സെന്ന ഹെഗ്ഡെയുടെ കഴിഞ്ഞ സിനിമയിൽ അവിഹിതം എന്ന സിനിമയിൽ ഒരു പോലീസിന്റെ വേഷം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അടുത്ത സിനിമയിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. അൻപോട് കൺമണിയിൽ ഉമ്മുമ്മയാണ് ഖദീജ ഉമ്മുമ്മ. ഒക്കെ വിശേഷമായതുകൊണ്ട് കുഞ്ഞിനിപ്പം പാല് കൊടുക്കയില്ല. കൊടുക്കാഞ്ഞ പാല് പറ്റേണ്ടതാണ്. ഇതെന്നാന്നറിയില്ല. എനിക്ക് ഭാഗ്യമുണ്ട്, ഒക്കെ പാലും ഉണ്ട്. നകുല ശാന്തന്റെ മുറ്റത്ത് ചായ വെച്ചത് വലിയ പ്രശ്നമായല്ലേ? അതൊന്നും പറയണ്ടുമ്മ. ഇനി അവളോട് ഇഷ്ടക്കേടൊന്നും കാണിക്കരുത്. വന്ന് കയറിയ പെണ്ണല്ലേ, ഓളോട് നല്ലോണം നിക്കണം. അധ്യാപിക എന്നത് 4 ചുമരിനകത്ത് കുറച്ച് പുസ്തകങ്ങളും കുട്ടികളുമായി പോവേണ്ടതല്ലേ അല്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അധ്യാപനത്തോടൊപ്പം പല സംഘടനകളിൽ, രാഷ്ട്രീയ സംഘടനയല്ല ഉദ്ദേശിച്ചത്, സാംസ്കാരിക സാഹിത്യ സംഘടനകൾ സജീവമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതും അത് ചെയ്യുന്നതായിട്ടുള്ള ഒരാളാണ്. കാഞ്ഞങ്ങാട് നന്മമരം ചാരിറ്റബിൾ സൊസൈറ്റി അശരണരെ, തെരുവിൻ്റെ മനുഷ്യരെ കൂട്ടി പിടിച്ചുകൊണ്ട് അവരുടെ വിശപ്പ് മാറ്റുന്ന പദ്ധതികളും ഒക്കെ ആസൂത്രണം ചെയ്യുന്ന ആ ചാരിറ്റബിൾ സൊസൈറ്റിയിലെ ഒരു പ്രധാന അംഗമെന്ന നിലയിൽ, അതിൻ്റെ ആദ്യ ഫൗണ്ടർ കമ്മിറ്റിയിലുള്ള ഒരാളെന്ന നിലയിൽ ഇപ്പോഴും അതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ പീസ്മാരകം, മഹാകവി പീസ്മാരകം അതിൽ വൈസ് പ്രസിഡൻ്റാണ്. വളരെ നേരത്തെ ഇതിൻ്റെ ഭാരവാഹിയായിരുന്നു. വിദ്വാൻ പിക്കുകളുന്നാർ ട്രസ്റ്റ്, തിയേറ്റർ ഗ്രൂപ്പ് കാഞ്ഞങ്ങാട്, നമ്മൾ കാഞ്ഞങ്ങാട്, സിൽവർ സ്ക്രീൻ ഗ്രൂപ്പ്, ഇങ്ങനെ പല സംഘടനകളിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് എനിക്ക് കുട്ടികളോടും അധ്യാപകരോടും ഒപ്പമുള്ള മനുഷ്യരോടൊക്കെ പറയാനുള്ളത്. ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ അത് ഏറ്റവും ജനകീയമാക്കുക എന്നുള്ളത് തന്നെയാണ്. ജനങ്ങളെ അറിയാം, മനസ്സറിയുക എന്നുള്ളത്. അപ്പോൾ അതിന് ഇത്തരത്തിലുള്ള പൊതുവേദികളും പൊതു ഇടങ്ങളും ഏറ്റവും പ്രയാസപ്പെടുന്ന മനുഷ്യരുടെ കൂടെയും സഞ്ചരിക്കാൻ സാധിക്കണം എന്നുള്ളത് തന്നെയാണ്. സിനിമയുടെ ഇതുവരെ വന്ന ക്യാരക്ടറിൽ നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു നടി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഡിജിറ്റൽ വില്ലേജിൽ ഒരു പാവപ്പെട്ട ഒരു കഷ്ടപ്പെടുന്നൊരു സ്ത്രീ ഒരു അമ്മയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഒന്നിലെ MLA ഭാര്യയാണെന്നുണ്ടെങ്കിൽ, മറ്റൊന്നിലെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ, പൊറോട്ട നേതാക്കളുടെ രാഷ്ട്രീയക്കാരൻ്റെ ഭാര്യയാവുന്നു. അൻപോട് കൺമണിയിൽ ഉമ്മുമ്മയാണ് ഖദീജ ഉമ്മുമ്മ. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ കിട്ടുന്നു എന്നുള്ളത് ഏറെ പ്രതീക്ഷയും സന്തോഷമുള്ള ഒരു കാര്യമാണ്. തട്ടാ പോയി അങ്ങനെ കറക്കണം അറിയില്ല എനിക്ക്. ഷാജഹാനെ കാണാൻ കറക്കണ പോയിനാ വരലുമ്പോ കുഴിന കായ്പോയുണ്ട്. ഇതിലും ഒരു ജന്തുവിന്റെ സഹായം ആവശ്യമില്ല എനിക്ക്. നമ്മളെ ജീവിതേ രക്ഷപ്പെട്ടു. ഞാൻ കാര്യമായിട്ടാ പറയുന്നത്. പയ്യനെ കറക്കുന്നവനും തോലൂരിന്നലെടുത്തോളിക്കാ മക്കളെ. എന്ത് വിളിക്കും പറയുന്നു ചെയ്യാണ്ട് അമ്മായിക്കാര് സർപ്രൈസ് ആയിട്ട് വിചാരിച്ചു. മോരെടുക്കട്ടെ മനെ കുടിക്കാൻ. വേണ്ട ബൈ, ഞാൻ ഇപ്പൊ പുറത്തൊന്നും കഴിക്കാറില്ല. എന്ത് പറ്റുമോളെ?
കിടന്നോണേ. ആ ശോഭട്ടി, എത്ര സമയം ഞാൻ നിങ്ങൾ വിളിക്കുന്നത്? നിങ്ങൾ ഇവിടെ ഇരിക്കുന്നല്ലേ? ഇന്ന് ഏത് ശങ്കരനെ കൊണ്ടാ വന്നു നീ? ഏത് മാരണായാലും നിങ്ങൾക്ക് നിങ്ങളെ പൈസ കിട്ടിയ പോരെ. പെണ്ണോർത്തു ആ ചെക്കന്റെ സമാധാനത്തിൽ നിന്ന് കാണിച്ചോ. പെണ്ണിനെ വിളിക്കേണ്ട സമയത്ത് വിളിച്ചോളാം. അമ്മ ഇത് ഇത്ര കണ്ടിന് കൂടി. ലീവെടുത്താണ്. കുഞ്ഞിക്ക് സുഖമില്ല. നേരത്തെ എങ്ങാനും പോവാൻ പറ്റുമോ? സാധ്യതയില്ല. സിനിമ ഇനിയും സിനിമകൾ ഒരുപാട് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. റിട്ടയർമെന്റിന് ശേഷം ഉള്ള അവസരങ്ങൾ സിനിമയിൽ അവസരം കിട്ടുവാണെങ്കിൽ ചെയ്യണം എന്നുള്ള തന്നെ ആഗ്രഹം. ശക്തമായിട്ടുള്ള കഥാപാത്രം ആണ് ഏറെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നത്. നിലപാടുകളുള്ള വളരെ ശക്തമായിട്ടുള്ള വളരെ ബോൾഡായിട്ടുള്ള ഒരു കഥാപാത്രം. മറ്റ് പ്രവർത്തനം ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു നോവല് ഇതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഒരു 20ഓളം അധ്യായങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു 4-5 അധ്യായങ്ങൾ മാത്രമേ എഴുതി തീർത്തിട്ടുള്ളൂ. മുഴുവൻ എഴുത്തിലേക്ക് സമയം എടുക്കേണ്ടിയിരിക്കുന്നു നോവല്. വേറൊരു സന്തോഷം, ഗൃഹലക്ഷ്മി കഥാ മത്സരത്തിന് വെറുതെ ഒരു കഥ അയച്ചപ്പോൾ 800 കഥകളിൽ 322 പിന്നീട് അത് വീണ്ടും സ്ക്രീൻ ചെയ്തിട്ട് 20 കഥകളും ചേർത്തിട്ടൊരു പുസ്തകമാക്കുന്നുണ്ട്. ആ 20 കഥകളിൽ ഒന്ന് എൻ്റെ ചെമ്പകപ്പൂമണമായുന്നില്ല എന്നുള്ള കഥയാണെന്നുള്ളതാണ് മറ്റൊരു സന്തോഷം. അപ്പോൾ നോവല്, കവിത, സിനിമ ഒക്കെ ആയിട്ട്, കഥ എല്ലാമായിട്ട്, നാടകം എല്ലാമായിട്ട് പോകണം. ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഉള്ളത്. 2024 WMHCയുടെ മദേഴ്സ് അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സമം അവാർഡ് ജില്ലാ പഞ്ചായത്തും അതുപോലെ സാംസ്കാരിക വകുപ്പും ചേർന്ന് കൊടുക്കുന്ന സമം അവാർഡ്, അതുപോലെ തന്നെ അധ്യാപക അവാർഡ് എന്നുള്ള അർത്ഥത്തിൽ ഏറെ സന്തോഷമുണ്ടാക്കിയ ഒരു അവാർഡാണ് നീലേശ്വരത്തിനുള്ള സ്വാതന്ത്ര്യസമര സേനാനി TMK വിഷ്ണു നമ്പീശൻ മാസ്റ്ററുടെ പേരിലുള്ള അവാർഡ്. അപ്പോൾ ഇതുപോലുള്ള അവാർഡുകൾ വീണ്ടും നമുക്ക് കൂടുതൽ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. ഇതിനും അമ്മക്കും 5 മക്കളാണ്. ഏറ്റവും ഇളയ മകളാണ് ഞാൻ. ഏട്ടൻ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ചു, സതീഷ് പൊതുവാൾ. പിന്നീട് ബാക്കിയുള്ള 3 സഹോദരിമാരുണ്ട്. നമ്മളാകെ 5 പേരാണ്. എൻ്റെ കല്യാണം കഴിച്ചത് ഞാൻ സുരേന്ദ്രൻ, KV സുരേന്ദ്രനാണ്. കാഞ്ഞങ്ങാട് താമസമാക്കിയതിന് ശേഷം അദ്ദേഹം ഇവിടെ സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ട്. വളരെ നേരത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോഴും സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ട്. 2 പെൺകുട്ടികളാണ്. വലിയ ആദ്യത്തെ മോള് നിരഞ്ജനയാണ്, നിരഞ്ജന സുരേന്ദ്രൻ. അവള് ബറോഡ MS യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ഡിഗ്രി PG കഴിഞ്ഞു. ഇപ്പം ബറോഡയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, ക്യൂറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 2ാമത്തെ മോള് നവനീത ബാംഗ്ലൂർ ഒരു സ്കൂളിലെ ടീച്ചറാണ്. എല്ലാവരും ടീച്ചിങ് തന്നെ താല്പര്യപ്പെട്ടിട്ട് പോകുന്ന ഒരു വീട് കൂടിയാണ്. നിരഞ്ജനയുടെ ലൈഫ് പാർട്ട്ണർ ദിവാകർ ക്യൂറേറ്ററാണ്. ഇപ്പോൾ ബിനാലിലൊക്കെ ക്യൂറേഷൻ ചെയ്തിട്ട് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ക്യൂറേറ്ററാണ്. നവനീതയുടെ പാർട്ട്ണർ ശിവകൃഷ്ണ, അവനവിടെ ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇതൊക്കെയാണ് വീട്. മക്കൾ രണ്ടാളും നല്ല വായനക്കാരും അതുപോലെ തന്നെ വലിയ മോള് നിരഞ്ജന എഴുത്തുമുണ്ട് കൂടെ. നവനീത തിയേറ്റർ ആർട്ടിസ്റ്റ് കൂടിയാണ്. ചൈൽഡ് തിയേറ്ററാണ്, ചിൽഡ്രൻസ് തിയേറ്ററാണ് നവനീതയുടെ PG ഏരിയ തന്നെ. ഏറെ സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ള ഒരു ഇന്റർവ്യൂ സംഘടിപ്പിക്കുമ്പോൾ. പ്രിയപ്പെട്ട സുഹൃത്ത് വേണു കള്ളാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ചാനലും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വരും കാലങ്ങളിൽ ജീവിതം ഏറ്റവും സംഘർഷഭരിതമാവുന്ന സമയത്തൊക്കെ നമ്മളെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട്, ശക്തമായിട്ട് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. നിർഭയത്വത്തോടുകൂടി എഴുതാനും നിർഭയത്വത്തോടുകൂടി സംസാരിക്കാനും, ഏത് വേദികളിൽ സംസാരിക്കാനും പ്രവർത്തിക്കാനും സാധിക്കട്ടെ വരും തലമുറക്കും ചുറ്റുപാടിനും എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ശുഭം. നിങ്ങൾക്ക്
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് വിരലമർത്തുക. നന്ദി.